നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ക്യാമ്പസ് രാഷ്ട്രീയം ഇപ്പോൾ കോളേജുകൾ വിട്ട് ഇപ്പോൾ തെരുവുകളിൽ തമ്മിൽ തല്ലുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പാളയത്തുണ്ടായ സംഘർഷങ്ങളിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. തെരുവിൽ തമ്മിൽ തല്ലുകയാണ് നമ്മുടെ യുവ തലമുറ. SFI പ്രവർത്തകർക്കെതിരെ 2 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കന്റോൺമെന്റ് പോലീസാണ് 2 FIRകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. KSU പ്രവർത്തകർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തതായി വിവരമില്ല. KSU പ്രവർത്തകരെ മർദ്ദിച്ചതിനും വിജയാഹ്ലാദ പ്രകടനത്തിനിടെ പോലീസിനെ ആക്രമിക്കാനും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്ത സംഭവങ്ങളിലാണ് SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ രാവിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തിയ KSU പ്രവർത്തകനായ അഭിജിത്ത് സജിയോട് SFI പ്രവർത്തകർ ID കാർഡ് ആവശ്യപ്പെടുകയും അത് നൽകാത്തതിനെ തുടർന്ന് മർദ്ദിക്കുകയുമായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. പിന്നീട് അഭിജിത്തിനെ അസഭ്യം വിളിക്കുകയും മതിലിനോട് ചേർത്ത് നിർത്തി മുഖത്തും തലയിലും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് FIRൽ ആരോപിക്കുന്നത്. സംഭവത്തിൽ ആഷിഖ്, അർജുൻ, വൈഭവ് ചാക്കോ, ഹരികൃഷ്ണൻ എന്നീ SFI പ്രവർത്തകർക്കും കണ്ടാലറിയാവുന്ന മറ്റു 3 പേർക്കുമെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ രാത്രി 10 മണിയോടെ SFI നടത്തിയ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ വീണ്ടും രണ്ടാമതും സംഘർഷമുണ്ടായി. പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം വെച്ചാണ് SFI പ്രവർത്തകരും KSU പ്രവർത്തകരും ഏറ്റുമുട്ടിയത്. പരസ്പരം കല്ലെറിഞ്ഞും ശേഷം SFI പ്രവർത്തകർ സംഘർഷം തടയാൻ ശ്രമിച്ച പോലീസുകാരെ ആക്രമിച്ചുവെന്നാണ് ആരോപണം. ആക്രമണത്തിൽ മ്യൂസിയം SHO അനൂപിന്റെ ഇടത് കൈയിലെ എല്ലൊടിഞ്ഞുവെന്നും മറ്റു പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നും FIRലുണ്ട്. അതായത് SFI ആക്രമണത്തിൽ ഒരു പോലീസുകാരന്റെ കൈയുടെ എല്ലാണ് ഒടിഞ്ഞിരിക്കുന്നത്. SFI നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് SFI മാർച്ച് നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ സംഘർഷം ഒതുക്കാനായിട്ട് പോലീസ് ലാത്തി വീശിയിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോയിരുന്നില്ല. കോൺഗ്രസ് അനുകൂല ഫ്ലെക്സ് ബോർഡുകൾ SFI പ്രവർത്തകർ വ്യാപകമായി നശിപ്പിച്ചു. CPM നേതാക്കളായ MV ജയരാജനും A റഹീമും സ്ഥലത്തെത്തിയാണ് പ്രവർത്തകരെ സ്ഥലത്തു നിന്ന് മാറ്റിയത്. പോലീസ് ഏകപക്ഷീയമായി പെരുമാറിയെന്നും KSU പ്രവർത്തകരുടെ അക്രമം പോലീസ് നോക്കി നിന്നെന്നും A റഹീം ആരോപിച്ചു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പല കോൺഗ്രസ് സൈബർ ടീമിന്റെ പോസ്റ്റുകളും രംഗത്ത് വരുന്നുണ്ട്. അത് A റഹീമിനെ ട്രോളിക്കൊണ്ടുള്ള ചില പോസ്റ്റുകളാണ് രംഗത്ത് വരുന്നത്. ലുട്ടാപ്പിയൻ ടീമും അടിമേടിക്കൽ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റ് കോൺഗ്രസ് സൈബർ ടീം ഇപ്പോൾ ആ ഒരു സമരത്തിന്റെ അല്ലെങ്കിൽ അവിടെ പ്രതിഷേധം നടക്കുന്നതിന്റെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റായിട്ട് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. സംഘർഷത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും പോലീസിനാണെന്നാണ് A റഹീം ആരോപിക്കുന്നത്. ഏകപക്ഷീയമായി പോലീസ് പെരുമാറിയെന്നും അവർ ക്ഷണിച്ചു വരുത്തിയ പ്രശ്നമാണിതെന്നാണ് ഇപ്പോൾ A റഹീം ആരോപിക്കുന്നത്. ഏതായാലും A റഹീം ഈ പറഞ്ഞ പ്രസ്താവനകൾക്ക് താഴെയൊക്കെ തന്നെ പലരും കമന്റ് ചെയ്യുന്നുണ്ട്. ചില കമന്റുകൾ വായിക്കാം. പോയി പഠിക്കാനട പിള്ളേരെ, ഇനി PSC ലിസ്റ്റിൽ തള്ളിക്കയറ്റാൻ ആ പാർട്ടി ബാക്കി കാണില്ല. വെറുതെ അടികൊണ്ട് നടക്കേണ്ട. ഭരണത്തിലാണെങ്കിൽ ഇവന്മാരുടെ നേതാക്കളെ കൊണ്ട് നാട് തോറ്റു, പ്രതിപക്ഷത്താണെങ്കിൽ ഇവന്മാരെ കൊണ്ട് നാട് തോറ്റു. ഇതാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊരാൾ പറഞ്ഞിട്ടുള്ളൊരു കമന്റ്, എന്റെ പൊന്നുമക്കളെ കിട്ടുന്ന സമയം വല്ലതും പഠിക്കാൻ നോക്ക്. ലുട്ടാപ്പി പറയുന്നത് കേട്ട് തെരുവിലിറങ്ങിയാൽ നിന്റെയൊക്കെ ഭാവി പോകും. ഒന്നാമത് നവകേരളത്തിൽ ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും മാത്രമേ ഉള്ളൂ. നിന്റെയൊക്കെ മാതാപിതാക്കൾ നിന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പോലീസിന്റെയൊക്കെ അടി നട്ടലിന് വാങ്ങിയിട്ട് കാലാകാലം രോഗിയാകാതിരിക്കാതെ നല്ല ഭാവി ഓർത്ത് പഠിച്ച് മിടുക്കന്മാരായിരിക്കുക. നിന്റെയൊക്കെ നേതാക്കന്മാരുടെ മക്കൾ അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും കഴിച്ച് വിദേശത്ത് സുഖമായി പഠിക്കുന്നുണ്ടായിരിക്കും എന്നൊക്കെയാണ് പലരും കമന്റുകൾ ചെയ്തിരിക്കുന്നത്. ഏതായാലും പോലീസിന്റെ ഫലത്തിൽ KSUകാർ SFI പ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പോലീസ് ആദ്യം മുതൽ അവസാനം വരെ ഏകപക്ഷീയമായി തന്നെയാണ് പെരുമാറിയത് എന്നാണ് A റഹീം അവിടെ എത്തി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. KSU പ്രവർത്തകരെ മാറ്റാൻ പോകുന്നതിന് പകരം പോലീസ് വല്ലാത്ത VD സതീശൻ ഭക്തിയിൽ ഞങ്ങളുടെ പിള്ളേരെ നേരെ വരികയാണ്. ഇവിടെ ഈ സംഘർഷം മുഴുവൻ ക്ഷണിച്ചു വരുത്തിയത് KSU മാത്രമല്ല പോലീസും കൂടിയാണ്. പോലീസ് ഏകപക്ഷീയമായി ലാത്തിച്ചാർജ് നടത്തി. അങ്ങനെ ചെയ്താൽ പിരിഞ്ഞു പോകുന്നവരാണ് SFIക്കാരെന്ന് കരുതിയോ എന്നാണ് A റഹീം
റഹീം പറഞ്ഞിരിക്കുന്നത്. KSU പ്രവർത്തകരെ മാറ്റാൻ പോകുന്നതിന് പകരം പോലീസ് വല്ലാത്ത VD സതീശൻ ഭക്തിയിൽ തങ്ങളുടെ പിള്ളേരെ ആക്രമിച്ചതിലുള്ള ആക്രോശമാണ് ഇവിടെ റഹീമിന്റെ വാക്കുകളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. മുതിർന്ന നേതാക്കളായ MV ജയരാജൻ അടക്കമുള്ളവർ സ്ഥലത്തെത്തി നേരിൽ ഇടപെട്ടാണ് സംഘർഷം ഒഴിവാക്കിയത്. ഇപ്പോൾ അത്തരത്തിൽ സംഘർഷം ഒഴിവാക്കിയില്ലെങ്കിലും പോലീസിന്റെ തല്ലുകൊണ്ട് അവിടെ കിടക്കാനുള്ള സാധ്യത മാത്രമേയുള്ളൂ. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് SFI KSU പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉടലെടുത്തത്. ഇന്നലെ രാവിലെ മുതൽ തന്നെ പലതരത്തിലുള്ള തമ്മിൽ തർക്കങ്ങളും അവിടെ നിലനിന്നിരുന്നു. രാത്രിയോടുകൂടി അത് തെരുവിൽ തമ്മിൽ തല്ലുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടായത്. SFIയുടെ ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് ആദ്യം സംഘർഷമുണ്ടായത്. KSU പ്രവർത്തകർ കല്ലെറിഞ്ഞെന്നും പോലീസ് വാഹനം ആക്രമിച്ചെന്നാണ് SFI പ്രവർത്തകർ ആരോപിക്കുന്നത്. സംഘർഷം കനത്തതോടെ പോലീസ് തുടർച്ചയായി 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. സർവകലാശാലയിൽ 37-ൽ 35 സീറ്റും SFI വിജയിച്ചു. SFIയുടെ ശിവ S ആണ് പുതിയ യൂണിയൻ ചെയർമാൻ. ഒരു വൈസ് ചെയർപേഴ്സൺ സ്ഥാനമടക്കം 2 സീറ്റുകളിൽ KSU വിജയിച്ചു. രക്തസാക്ഷിയായ ധീരജിന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചായിരുന്നു SFIയുടെ വിജയാഹ്ലാദ പ്രകടനം. അക്രമം അംഗീകരിക്കാനാകില്ലെന്ന് MV ജയരാജനും പ്രതികരിച്ചു. ഒരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു വിജയിച്ചവരെ സ്വീകരിച്ചുകൊണ്ടുള്ള പ്രകടനം നടത്തുന്നതിനിടയിൽ SFI പ്രവർത്തകരെ ആക്രമിക്കേണ്ട കാര്യമെന്താ? നാമമാത്രമായ KSU പ്രവർത്തകന്മാരെ പോലീസിന് നീക്കം ചെയ്യാവുന്നതേയുള്ളൂ. അവർ കല്ലെറിയുന്നവരെ സംരക്ഷിക്കുന്ന പോലീസ്. ഇതാണോ ചെന്നിത്തലയുടെ പോലീസ്? SFI പ്രവർത്തകരെ ഏകപക്ഷീയമായി KSUവിന്റെ ക്രിമിനൽ സംഘവും പോലീസും ചേർന്ന് വേട്ടയാടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പറഞ്ഞിട്ടുള്ള ഈ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ പലപ്പോഴും പിണറായിയുടെ ഇത്തരത്തിലുള്ള പിള്ളേർ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ പലരുടെയും തല തല്ലി പൊട്ടിച്ചതും അതിനെയൊക്കെ തന്നെ നോക്കിക്കൊണ്ട് നിന്ന് അതൊക്കെ രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഏതായാലും വലിയൊരു സംഘർഷഭരിതമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു അവിടെ നിന്നിരുന്നത്. അത് മാറ്റാനായിട്ട് പോലീസിന് ലാത്തി വീശേണ്ടി വന്നു. പക്ഷേ എന്നിട്ടും പിരിഞ്ഞു പോകാതെ അവിടെ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ അവിടെ നിലകൊള്ളുകയായിരുന്നു. ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും റഹീം അടക്കമുള്ള മുതിർന്ന നേതാക്കൾ എത്തിയാണ് സമരക്കാരെ അവിടെ നിന്ന് മാറ്റിയത്. പിന്നീട് അവിടെ പ്രദേശം ശാന്തമാവുന്ന കാഴ്ചയാണ് കാണാനുണ്ടായത്. ഏതായാലും ഇനി ഇതിന്റെ തുടർച്ചയെന്നോളം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയും നിലവിലുണ്ട്. മാത്രമല്ല ഇത് UDFന് മേലൊരു കരിനിഴൽ വീഴ്ത്താനുള്ള ശ്രമമാണോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ അവർ അധികാരത്തിലേറി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളും അക്രമങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അവർക്ക് ഭരിക്കുന്ന UDFന് മേലൊരു തലവേദന സൃഷ്ടിക്കാനുള്ള ശ്രമമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു.